നമുക്ക് പഴയ മറ്റത് പറ നോ മടി ഫോർ ലൈക്ക് അടി. എടാ അത് ഞാനല്ല, എന്നെ കണ്ടിട്ട് നിനക്ക് എറർ ഗെയിമർ ആയിട്ട് തോന്നുന്നുണ്ടാ. ബ്ലൂ ഷിഫ്റ്ററിന്റെ POV കാണാൻ പറ്റുമോ? ഓ അവന്റെ വീട്ടിലോട്ട് ചെന്നാൽ മതി. ഓ അണ്ണാ പോയിട്ട് വാ. ഇത് ബ്രോ അനക്കൊന്നുമില്ല, അറ്റാക്ക് വല്ലതും വന്ന് ചത്തോ? എടാ മുന്നിലോട്ട് വാ ആദ്യം, എന്നിട്ട് നിന്റെ കോണ പറയടാ. നീ ആദ്യം മുന്നിലോട്ട് വാ, അല്ലാതെ ബ്രോ സമയം കൊടു. ഏറ്റവും കൂടുതൽ സമയം പുറകെ പിടിച്ചു നിന്നതിന് ഒരു അവാർഡുണ്ട് ആ റൂമിലോട്ട് എത്തിക്കാൻ. എന്റെ കാര്യത്തിൽ ഞാൻ ഓരോ ദിവസം നിർത്തും. കോച്ച് വന്നു. കോച്ച് എത്തി, ബർത്ത്ഡേ കോച്ച്. എടാ കോച്ചിന് ബർത്ത്ഡേ ആണ്, എല്ലാരും ഒന്ന് എല്ലാരും ഒന്ന് തോറ്റു കൊടുക്കണം. കോച്ചിന് 45 വയസ്സായിട്ടുണ്ട് ഇന്ന്. ഡോൺ ബ്രോയുടെ 2 വയസ്സ് കൂടുതലാ അല്ല 2 വയസ്സ് കുറച്ചലാ ഡോൺ ബ്രോ. വാ ഫാസ്റ്റ് റേസ്. എൻട്രടിച്ചിട്ട് കാർ സെലക്ട് ചെയ്യണേ പ്ലീസ്. അടുത്ത കളിയോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. താങ്ക് യു. എൻട്രടിച്ചിട്ട് കാർ സെലക്ട്. അവ ഇപ്പോഴും ഗെയിം വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ എന്റെ ഹെഡ്സെറ്റ് പോയി. ഹലോ, എന്റെ ഗെയിമിന്റെ സൗണ്ട് പോയി. അയ്യോ ഓക്കെ ശരി. ബ്ലൂ ഷിഫ്റ്ററിന്റെ POV കാണാൻ പറ്റുമോ? ഓ അവന്റെ വീട്ടിലോട്ട് ചെന്നാൽ മതി. അവന്റെ റൂമിൽ എല്ലാം കാണാം. തോമസ് ഷെൽവി താങ്ക്സ് സോ മച്ച്. കിക്കടാ താങ്ക്സ് സോ മച്ച്. ഓക്കെ ലെറ്റ്സ് ഗോ. പക്ഷെ ഞാൻ ഇപ്പൊ ഉടുപ്പൂരിക്കളാ, ഞാൻ ലൈവ് അല്ലെന്ന് പറഞ്ഞിട്ട്. എങ്ങോട്ട് തിരിച്ചു വെച്ചേക്കാണല്ലോ. ഫാൻ എടുത്തിട്ട് ബോസ് അണ്ണ എന്താ റിയൽ റേസർ ഇല്ലേ ഗോക്കു? ഇല്ല അവൻ വെക്കേഷൻ ഇല്ല. എന്താ കപ്പെടുത്തതല്ലേ, അതിന് തളച്ചെടുത്തു. ഇതെന്താ അങ്ങോട്ടും തിരിച്ചു വെച്ച് എങ്ങോട്ടാ പോണ്ടേ? ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് തോന്നണം. ഇങ്ങനെ അങ്ങോട്ടാ ഇങ്ങനെ കറങ്ങി ലെഫ്റ്റ്. വാ വെയിറ്റ്. റെഡി 1 2 3 സ്റ്റാർട്ട്. അയ്യോ വിനീതേ നിർത്ത്. എന്നെ പോസ്റ്റ് ചായച്ചു. വിനീത തോപ്പിക്കല്ലേ. ഓഫ് റോഡ് തോന്നുന്നുണ്ട്, കാരണം ഓഫ് റോഡ് വണ്ടി മൊത്തം കാണിച്ചെന്ന്. എന്നെ വീട് കോച്ച്, എന്നെയും കൂടെ കൊണ്ടുപോകാൻ നോക്കാതെ കോച്ച്. എന്നെയും കാസ്റ്റിനോ വെച്ച് തള്ളിട്ട്. ഞാനല്ല കോച്ച്, എന്റെ പുറകിൽ വന്ന് ഇടിച്ചു തെറിപ്പിച്ചതാ. റോഡായേ ഇതെന്താ ഇതെന്താടാ ഓഫ് റോഡ് ആടാ ഫുള്ള്. ഓഫ് റോഡ് അതാ ഞാൻ പറഞ്ഞു, വണ്ടി മൊത്തം ഓഫ് റോഡ് വണ്ടി ആയിരുന്നു. മാറ്റണോ? റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാം. എന്താ പറഞ്ഞു കളിക്കണ്ടോ? കളിക്കാം. അയ്യോ ഇതെന്തോ കഴിവേറി. രാത്രിയായി.
ചേട്ടാ വോർട്ടെക്സിന്റെ ഇതൊക്കെ ഉച്ചി. പറഞ്ഞ സാധനല്ലേ? ചോട്ടൊക്കെ കഴപ്പ്. വെച്ചോളാം. തോഴയിൽ പാറട്ടെ കരയട്ടെ തീരയിൽ ചോരയിൽ gather! അയ്യോ ഞാൻ മരിച്ചിട്ട് പോടാ ഉണ്ണേ. അയ്യോ നേരെ പോയി. ഞാൻ നേരെ പോയടാ. കാറ്റണ്ണ കണ്ടത്തി പോയ. ഓ അണ്ണാ കൊയ്തിട്ട് വാ. പുതിയ ഡ്രൈവർ അതല്ലേ ഈകളെ കൈഡാക്സിന്റെ ലൈവ് കാണാറുണ്ടോ ഇപ്പൊ? ഇല്ല ഞാൻ ഒന്നും സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല. എടാ ഈകളെ, ആ നീ ആ ക്ലാൻ ഒന്ന് തുടങ്ങുമോ? ക്ലാസ് ക്ലാസ് തുടങ്ങിയ ചേട്ടാ. അതൊക്കെ ഉള്ള നീ തുടങ്ങുമോ ക്ലാൻ? ജോക്കി ബ്രോ. ആ ഞാൻ തിന്നാനാണ്. ഇതാരാ? തിന്നാനാണെന്നുണ്ട്
അവള് കൈ കൊണ്ടുവന്നോ ഞാൻ നാട്ടിലോട്ട് ഞാൻ ട്രിവാൻഡ്രത്തോട്ട് വന്നോണ്ടിരിക്കുക. ആണോ? അതെ അതെ, ഇങ്ങോട്ട് വരണം. ഞാൻ സ്ഥിരം ചേട്ടാ ചേട്ടന്റെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതാ. നീ കണ്ടിട്ടുണ്ടോ അങ്ങനെ? അതെ അതെ. നമ്മൾ നേരിട്ട് കണ്ടിട്ട് പരിചയമുള്ളവരാ. അതെ അതെ. മറ്റേ നിങ്ങൾ എവിടാ തിരുവനന്തപുരത്ത്? അത് ഞാനിപ്പോ ഇവിടെ ഈഗിളിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഓ, ഈഗിളിന്റെ അവിടെ ആയിരുന്നോ? അവിടെ ഇരുന്നു. ഞാനിപ്പോ ഡീമനെ അങ്ങോട്ട് ആക്കണം അവന്റെ അടുത്തോട്ട് വീട്ടിലോട്ട്. അപ്പൊ ഞാൻ നിങ്ങൾ ഇനി എങ്ങോട്ടാ പോന്നെ? പോയ അങ്ങനെ പോയിരിക്കും. ടീമായി കൊണ്ടാക്കാൻ എടാ ഗോകു അടുത്താളെ എനിക്ക് പറ്റേ. ഇല്ല പറ്റുന്നില്ല. അത് പറ്റാതിരിക്കാൻ എന്തുവാ? എന്തുവാ പറ്റാതിരിക്കാൻ തോന്നിട്ട്? ഞാൻ പറയാറുണ്ടല്ലോ നീ പറയുമ്പോ. ഇല്ല അത് എനിക്ക് ജോക്കി ബ്രോ മാത്രമാണ്. ഈ ഗെയിം നീ കളിക്കാൻ അപ്പം പറ്റിയേക്കാം. ദൈവം പറയുക, ശരത്തേട്ട വീട്ടിൽ ഉണ്ടെങ്കിലും ഇറങ്ങത്തൊന്നുമില്ലത്. ഞാൻ അവന്റെ അച്ഛൻ്റെ കൂടെ രാത്രി 2 മണിക്കൊന്നും ചായ കുടിക്കാൻ പോണ ഞാന്. എന്തായാലും അവിടെ എത്താൻ ഏകദേശം ഒരു 5 മണി. 5 മണി ആയിക്കുമ്പോ ഞാൻ ഉറങ്ങും എന്റെ പൊന്നു മനുഷ്യ. നിങ്ങൾ തിരുവനന്തപുരത്ത് എവിടെ സ്റ്റേ? നിങ്ങൾ കൊല്ലമല്ലേ? കൊല്ലത്താ, പക്ഷെ ട്രിവാൻഡ്രം ഉണ്ട്. ട്രിവാൻഡ്രം കളക്കൂട്ടത്തുണ്ട്, കാത്തന്നൂരുണ്ട്. എന്നാ പോന്നേ? ഞാന് ടിക്കറ്റ് എടുത്തില്ല. 24-ാം തീയതി അടുത്ത് ബാബുവിന്റെ എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ, പോയാലോ? ബാബുവിന് എന്തോ ഒരു പരിപാടി ഉണ്ട്. അത് ഞാൻ വിളിക്കാൻ പറയാം, മെസ്സേജ്. അല്ല എന്നെ വിളിച്ചായിരുന്നാ? മെസ്സേജ് നമ്പർ ഉണ്ടല്ലേ? മരുന്ന് എടുക്കും. ഗൈഡാക്കി കൊട്ടേ. എന്ത് ചേട്ടൻ നമ്പർ അല്ലേ? അവന്റെ മറ്റേ നമ്പർ കൊടുക്കണടാ, 18 വിളിച്ചാ കിട്ടണം. വീണടാ ഗ്രൂപ്പിലുള്ള നമ്പർ അല്ലേ? ഗ്രൂപ്പിലുണ്ടല്ല മറ്റേ ആ ഗ്രൂപ്പുള്ള നമ്പര്. ഗ്രൂപ്പിലുണ്ടോ? വൈക്ക് എടുത്തു. ഇത് ബ്രോ അനക്കൊന്നുമില്ല. അറ്റാക്ക് വല്ലതും വന്ന് ചത്തോ? ഇല്ല ഞാൻ വിനീത് കളിക്കുന്നുണ്ടോ? ചേട്ടാ ഒരു മിനിറ്റ് കണ്ടത്തില്ല, മഞ്ഞൊക്കെ കണ്ട് പെതുക്കെ വരാതെയായിരിക്കും. അല്ല ഡീമന് കാണുമല്ലോ, അതിനെ ചോദിച്ചു നോക്കിയോ? ഉണ്ടോ? കണ്ടോ ഉണ്ടോ? ആളുണ്ട്. ദിനേശിന്റെ മോനെ ചത്തോ? ഈ ചത്തോലെ ഇരിക്കുന്നു. ഞാൻ ഏറ്റവും മുന്നേ പോകണ്ട പുണ്ടച്ചോനെ, നീ എന്റെ പുറകെ വാ. അവിടെ നക്കി താങ്ക് യു. ഇതേട്ടാ 200 ബന്ധമുണ്ട് എനിക്ക് ചെറിയക്കണ പറഞ്ഞു. നിങ്ങളെന്തേലും വന്നത് നന്നായി. കുഴപ്പമില്ല, അടുത്ത റൂമായോണ്ടേ കൈ ഒടിഞ്ഞ് തൂങ്ങിയാലും അങ്ങോട്ട് പോയി നോക്കിയാൽ മതി. എടുത്തോട്ട് പോവാം. നീ നിന്റെ ഒന്നും ഓടിയാതെ നോക്കിയാൽ മതി. ഞാൻ തുഴഞ്ഞാലും എത്താം. നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ. പോയ നാളെ കൊണ്ടില്ലേ നിന്റെ അണ്ണാക്കി ഞാൻ ബോംബ് വെച്ച് കിട്ടിക്കോ.
ലാസ്റ്റ് കിടന്ന് ബോംബിട്ട് പൊട്ടിച്ച കിലോ പോലും ചാവൂല. പിന്നല്ലേ ഞാൻ ഇപ്പഴല്ലേടാ തുടങ്ങിയല്ലോ ഉള്ളു. നിന്നെ നാക്കവടല്ലോ. നമ്മൾ പറയും പിന്നെ മിണ്ടായിരിക്കണം. നിന്റെ താളം കേട്ടോണ്ടല്ലോ. എടാ മുന്നിലോട്ട് വാ ആദ്യം, എന്നിട്ട് നിന്റെ കോണ പറയടാ. നീ ആദ്യം മുന്നിലോട്ട് വാ, അല്ലാതെ വരാൻ ബ്രോ, സമയം കൊടു. 2 കളി കളിച്ചിട്ട് മുന്നിൽ വരാൻ പറഞ്ഞ എങ്ങനെ? എന്നാ കെട്ടി വീട്ടിൽ കൊണ്ടുപോ. നീ കുറച്ച് ദിവസം നിർത്ത്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. വേറെ വൈസ് എന്നാലും അതില്ലായിരുന്നു നീ റെഡിയാ, നീ കൊണ്ടുവരാന്ന് ഞാൻ നന്നായിട്ട്. ഈ റോഡില് ഈഗിളൊന്ന് വീഴുമ്പോ ഉള്ള പാട്ടോടുന്ന അതൊരു ഷോർട്സ് ആയിരുന്നു. ആരും കണ്ടായിരുന്ന കൈസ്. വാടാ വാടാ പയ്യ, ഈ പിറകെ വാടാ പയ്യ. ഈഗിളെ കിടക്കും. ഞാൻ പറയും പോടാ പോടാ ഊമ്പ, പിറകെ പോടാ ഊമ്പ. അതിന്റെ ഷോർട്സ് ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടുമായിരുന്നു. അത് വീട്ടിൽ തിരിച്ചു. പാട്ടാർ ഏറ്റവും കൂടുതൽ സമയം പുറകെ പിടിച്ചു നിന്നതിന് ഒരു അവാർഡുണ്ട് ഞാൻ റൂമിലോട്ട് എത്തിക്കാം. ഞാനിവിടെ ട്രെയിനൊക്കെ കണ്ട് പെതുക്കെ വരുവാ. ആണല്ലേ? മലയും മഞ്ഞൊക്കെ കണ്ടേ. ആണെങ്കിൽ ഇന്നത്തോട് കയറി വന്നത്. എല്ലാം കണ്ടിട്ടോ, എല്ലാം കണ്ടിട്ടോ. എല്ലാം കണ്ട് പെതുക്കെ വരാം. ഈ വഴി ഉണ്ടാക്കിയവന് ആദ്യം അവാർഡ് കൊടുക്കാം. ഓഫ് റോഡ് ഒന്ന് സെറ്റ് ആവണമെങ്കിൽ അത് കുറച്ചാൾ പഠിച്ചാലും മലയാളം പറയുന്നത് നീതി നമുക്ക് നമ്മുടെ സൈഡിലോട്ടാക്കാം. മനസ്സിലായില്ലേ? അതാകുമ്പോ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചിട്ട് ഈഗിളിനെ ഊറ്റാം. മനസ്സിലായില്ലേ? ഊട്ടാം, ആഘോഷിക്കാം. അപ്പൊ അങ്ങനെയാണ് എന്റെ ആ ഒരു പ്ലാൻ. മനസ്സിലായില്ലേ? അല്ലടാ വിനീതേ? ഇതല്ലാതെ ഇത് മഞ്ഞ് ഇതുവരെ കഴിയുന്നില്ലല്ലോ. പ്ലാൻ പറഞ്ഞില്ലേ? ആ കുറച്ചിങ്ങോട്ട് വരുമ്പോ നലീസാണ്. അവന് ഭ്രാന്തായി ഇത്ര നേരം വന്നപ്പോ. മട്ടന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി. അവിടെ അയ്യോ നല്ലോണം ഞാൻ ബഗ്ഗായി താഴെ പോയി. വീടിന് ജമ്പ് ചെയ്തില്ലെങ്കിൽ മുമ്പ് പോട്ടാ. പോലെ പോകും. കേറിയിട്ടാണ് തോട്ടിൽ കൂടെ കയറി. എന്തൊരു കഷ്ടം പറയടാ.
ആരുടെ അടിച്ചു പൊട്ടിക്കുന്നേ? കാസ്റ്റോ ആയിരുന്നാടാ? എന്റെ പെർഫെക്റ്റ് ആയില്ല. ഇതെന്താ ഞാൻ തേങ്ങ അടിച്ചു വീണു? തേങ്ങ അല്ലല്ലോ തെങ്ങ്. എവിടെ പോയല്ല. പെരപ്പുറത്ത് കയറിയേ. ഞാനും ഈ വിജയം കാരണം പറ്റുന്നില്ല. How can I become so much humble? എത്ര നാളായിട്ടാണ് ഇങ്ങനെ ഹമ്പിളായിട്ട് ഇരിക്കാൻ പറ്റും? എന്റെ വിജയം എന്നെ ഒരു ക്രൂരനായി മാറ്റുന്നു. എനിക്ക് വിജയം വേണ്ട. കഴിഞ്ഞോ? നീന്തന്മാരൊക്കെയാണ് കൂടെ കളിക്കുന്നതൊക്കെ എങ്ങനെ? ഇല്ല, അത് വേണ്ട. വിജയം വേണ്ടെങ്കിൽ ചോട്ട്. എന്റെ വിജയം എന്നെ തലയ്ക്ക് പിടിക്കുന്നു. വണ്ടി എവിടെയെങ്കിലും പിടിക്കണം അപ്പൊ. ആള് മാറിയല്ലോ നീ. ഗുഡ്. എടാ ലൈവ് ഫുട്ബോൾ കിങ് ബ്രോ. എടാ ഇവന്റെ മൈക്ക് സെറ്റ് ആയില്ലെന്ന് പറഞ്ഞോടാ ഞാൻ നിർത്തി പോയത്. ഗോകു ഫസ്റ്റ്, ഒബ്വിയസ്ലി. കാസ്ട്രോ സെക്കൻഡ്. യെസ്, ഇപ്പം ഒബ്വിയസ് ആയിട്ട് വരുന്നുണ്ട്. ഈഗിൾ തേർഡ്. അതൊരു സർപ്രൈസ് ആണ് തേടക്കായത്. കില്ലുവ, വിനീത്. വിനീതേ നിന്റെ ആദ്യത്തെ DNF. തേർഡ്. ക്ഷമ വേണം. ഇൻവൈറ്റ് ചെയ്യണേ. അല്ല ഈ വണ്ടി പാടായിരുന്നു. കേറാൻ പറ്റുമോ? നീ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ചെയ്യേരാ. ഗോട്ടിടയ്ക്ക് കുറച്ച് നാളൊന്ന് തോറ്റു കൊടുത്തായിരുന്നു ബാക്കിയുള്ളവർക്ക് കളി പഠിക്കുക. അത് ശരിയാണ്. നിങ്ങൾ നിനക്ക് മനസ്സിലായല്ലേ? തോമസ് ഷെൽവി, താങ്ക്സ് ഫോർ ദ കേക്ക്. താങ്ക്സ് സോ മച്ച്. പുത്താണ് തോമസ് ഷെൽവി. ലവ് യു. താങ്ക്സ് സോ മച്ച്. അതെ അതെ, എന്തൊരു ചിരിക്കട അൽവീര്. അൽവീര് അവൾക്ക് ഇത്തിരി ചിരി കൂടുതല. നിന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. ഗുഡ്. നമ്മൾ നീ കുറച്ച് മുമ്പ് കുറച്ച് എനിക്കെതിരെ തിരിച്ചിട്ട് ആരെങ്കിലും എങ്ങനെയുണ്ട് വിനീത? ലാസ്റ്റ് എല്ലാരും വണ്ടിയൊക്കെ കണ്ടുവരാൻ നല്ല രസമുണ്ടല്ലേ? തോട മഞ്ഞൊക്കെ കൊള്ളാം. പുതിയ കണ്ടിട്ടില്ല. നമുക്ക് പഴയ മറ്റത് പറ. നോ മടി ഫോർ ലൈക്ക് അടി. എടാ അത് ഞാനല്ല. എന്നെ കണ്ടിട്ട് നിനക്ക് എറർ ഗെയിമർ ആയിട്ട് തോന്നുന്നുണ്ടാ? അത് എറർ ഗെയിമറിന്റെ ആണ്, ഞാനല്ല. കിഡ്നി മാറിപ്പോയി, സ്ഥലം മാറിപ്പോയത്. അതെ, ബർത്ത്ഡേ പവറിലല്ലോ, ഏറ്റവും ലാസ്റ്റിൽ തന്നെയല്ലോ. இன்னைக்கு மைண்ட் சரியில்ல. ബർത്ത്ഡേ ദിവസം அதான் நீங்க எல்லாம் யாரும் இல்லடா இவட.